ഒളിവിലായിരുന്ന അർജുൻ ആയങ്കിയെ പിടികൂടിയത് അഡ്വക്കേറ്റ് ഡെലീറ്റ ടൈറ്റസിന്റെ ഫ്ളാറ്റിൽ നിന്നെന്ന് പോലീസ്. അർജുൻ എത്തിയത് കീഴടങ്ങാനാണെന്നും താൻ പ്രതിയെ ഒളിപ്പിച്ചിട്ടില്ലെന്നും ഡെലീറ്റ പറഞ്ഞു. ഇന്ന് രാവിലെ കീഴടങ്ങാനായിരുന്നു അർജുൻ ആയങ്കിയുടെ പദ്ധതിയെന്നും എന്നാൽ അതിനു മുന്നേ പോലീസ് എത്തിയെന്നും ഡെലീറ്റ പറഞ്ഞു. തളിപ്പറമ്പിലെ ലോഡ്ജിലാണ് ആയങ്കി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പോലീസ് ഒളിത്താവളം മനസ്സിലാക്കിയെന്ന് വ്യക്തമായതോടെ ഇവിടെ നിന്നാണ് ഫ്ളാറ്റിലേക്ക് എത്തിയത്. തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച് അറസ്റ്റ് ഒഴിവാക്കാനുള്ള അർജുൻ ആയങ്കിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ തകർത്തിരിക്കുകയാണ് കേരള പോലീസ്. കണ്ണൂർ ടൗണിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് അർദ്ധരാത്രിയിൽ DIG കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സുപ്രീം കോടതിയിൽ ഹർജി നൽകി നിയമപരമായ സംരക്ഷണം നേടുന്നതിന് തൊട്ടു മുൻപാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മേൽനോട്ടത്തിൽ പോലീസ് ഈ നിർണായക ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. തനിക്കെതിരെ ഒന്നിലധികം കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച തന്നെ ഡൽഹിയിൽ സുപ്രീം കോടതി മുഖേന മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കാനായിരുന്നു ആയങ്കിയും സംഘവും പദ്ധതിയിട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി നിയമപരമായ രേഖകൾ സജ്ജമാക്കാനും ഹർജിയുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുമാണ് ഇയാൾ കണ്ണൂരിലെ പ്രമുഖ വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ എത്തിയത്. എന്നാൽ ഈ തന്ത്രപരമായ നീക്കം ചോർത്തിയെടുത്ത പോലീസ് സംഘം മിന്നൽ പരിശോധനയിലൂടെ പ്രതിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയായിരുന്നു. ആയങ്കിയുടെ അടുത്ത സുഹൃത്താണ് വനിതാ അഭിഭാഷക. തൃശൂരിലെ പാലിയേക്കര ടോൾ പ്ലാസ വഴി സാഹസികമായി കണ്ണൂരിലേക്ക് കടന്ന ആയങ്കി മറ്റൊരു ഡീൽ കൂടി ലക്ഷ്യമിട്ടിരുന്നു. CPM പാർട്ടിയുമായി അകന്ന സാഹചര്യത്തിൽ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള പ്രാദേശിക ശൃംഖലകളുടെയും ക്രിമിനൽ സംഘങ്ങളുടെയും സുരക്ഷിതത്വം പ്രതീക്ഷിച്ചാണ് ഇയാൾ മലബാറിലേക്ക് എത്തിയത്. മുൻകാലങ്ങളിൽ ഇത്തരം സുരക്ഷിത താവളങ്ങൾ തുണച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ പോലീസിന്റെ കണിശമായ നിരീക്ഷണവും അതിശക്തമായ പട്രോളിംഗും കാരണം ഇത്തരം താവളങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല. ആയങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച അപ്പാർട്ട്മെന്റ് ഉടമയായ വനിതാ അഡ്വക്കേറ്റിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് കടുത്ത ജാഗ്രതയിലാണ്. കക്ഷികളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് നിയമപരമായ സഹായം നൽകാനും അഭിഭാഷകർക്ക് ഭരണഘടനാപരമായ ബാധ്യതയും നിയമപരമായ അവകാശവുമുണ്ട്. അതിനാൽ തന്നെ കേസിന്റെ ഭാഗമായി അഭിഭാഷകയെ സമീപിച്ചതിനെതിരെ വീട്ടിലെത്തിയതിനെയോ നേരിട്ട് കുറ്റകൃത്യമായോ നിയമവിരുദ്ധമായോ ചിത്രീകരിക്കാൻ കഴിയില്ലെന്ന വിലയിരുത്തലാണ് പോലീസ് ആസ്ഥാനം. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ അർജുൻ എത്തിയത് കീഴടങ്ങാനാണെന്ന് ഡെലീറ്റ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ കീഴടങ്ങാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നും അഡ്വക്കേറ്റ് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ പുലർച്ചെയോടെയാണ് അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് അർജുൻ ആയങ്കിയെ പോലീസ് സംഘം വളഞ്ഞ് പിടികൂടിയത്.